വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. മലയാളത്തിന്റെ അതുല്യ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 20 ആണ്ട് പിന്നിട്ടു. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ നല്ല കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന മഹാനടനെ സിനിമാ ലോകത്തുള്ളവരോ ജന്മനാടായ വടക്കാഞ്ചേരിയോ അദ്ദേഹത്തെ ഓർക്കുക പോലും ചെയ്തില്ല. വടക്കാഞ്ചേരിക്കടുത്ത എങ്കക്കാട് എന്ന ഗ്രാമത്തിൽ കലാസമിതി എന്ന കൂട്ടായ്മയിലൂടെയാണ് ഒടുവിൽ നാടകാഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഭരതൻ, രാഘവ വാര്യർ, NR രാമകൃഷ്ണൻ എഴുത്തച്ഛൻ, KR വൈദ്യർ, രാഘവൻ നായർ എന്നിവരെല്ലാം കലാസമിതിയിലെ അംഗങ്ങളായിരുന്നു. എങ്കക്കാട് സ്വദേശി കൂടിയായ PN മേനോനാണ് ദർശനം എന്ന സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന് ആദ്യമായി അവസരം നൽകിയത്. പിന്നീട് ചെണ്ട, ഗുരുവായൂർ കേശവൻ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം സജീവമായി മലയാള സിനിമയിലെത്തി. 2002 നിഴൽക്കൂത്ത് എന്ന സിനിമയിൽ മികച്ച നടനുള്ള അവാർഡും ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തേടിയെത്തി. സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനായി പ്രത്യേക ഇടം തന്നെ ഉണ്ടായിരുന്നു. 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രം ആരും മറക്കാനിടയില്ല. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ KPCCയിലൂടെ നാടകരംഗത്തും തിളങ്ങിയിരുന്നു. K. മുരളീധരൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്തിയപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന AC മൊയ്തീനു വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തിയ കലാകാരനെ അദ്ദേഹം വിട പറഞ്ഞ് 20 വർഷം പിന്നിടുമ്പോഴും ആരും ഓർക്കാതെ പോയി. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.